നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 10 ഹൈദരാബാദിൽ പറഞ്ഞത് എന്താണ്? യഥാർത്ഥത്തിൽ സ്വർണത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ ഇന്ത്യ മുഴുവനും ചർച്ചയായി മാറുകയും ഓഹരി കമ്പോളങ്ങളിൽ വലിയ മാറ്റത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്തല്ലോ. എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കിട്ടിയ സന്ദേശങ്ങൾക്കുള്ളൊരു ചെറിയ രൂപത്തിലുള്ള മറുപടി പറയാനാണ് ശ്രമിക്കുന്നത്. വരുന്ന ഒരു വർഷത്തേക്ക് നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ആളുകൾ സ്വർണം വാങ്ങുന്നത് ഇന്ത്യയിൽ പരമാവധി കുറയ്ക്കണം എന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതിന് കാരണമായിട്ട് പറയുന്നത് 72 ബില്യൺ ഡോളറിൻ്റെ, ഒരു ബില്യൺ എന്ന് വെച്ചാൽ 100 കോടിയാണ്, 72 ബില്യൺ ഡോളറിൻ്റെ സ്വർണ്ണമാണ് ഒരു വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ആളുകൾ അകാരണമായിട്ട് സ്വർണം വാങ്ങി വെച്ചാൽ ഇത്രയും കാശ് നമ്മുടെ ഫോറിൻ റിസർവാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കേട്ടിട്ട് പകുതി ആളുകളെങ്കിലും പകുതി സ്വർണം കുറയ്ക്കാൻ തീരുമാനിച്ചാൽ തന്നെ 36 ബില്യൺ ഡോളറിൻ്റെ ഫോറിൻ റിസർവ് ചിലവാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല പറഞ്ഞത്, പറ്റുമെങ്കിൽ വർക്ക് അറ്റ് ഹോം ചെയ്യുക പറ്റുമെന്നുള്ളവർ. കാരണം ഇന്ധനം ഉപയോഗിക്കാതെ, പെട്രോളും ഡീസലൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുമെന്നുള്ളത് ഈ സാഹചര്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ആവശ്യമില്ലെങ്കിൽ, അത്യാവശ്യമില്ലെങ്കിൽ വിദേശയാത്ര ചെയ്യരുത് എന്നും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഈ ഓവർസീസ് വെഡ്ഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ് സിംഗപ്പൂരിൽ നടത്തുന്നത്, മറ്റു പല രാജ്യങ്ങളിലൊക്കെ വെച്ച് നടത്തുന്ന ധനാഢ്യരുടെ വെഡ്ഡിംഗ് ഉണ്ട്. അതിലേക്ക് ആളുകൾ പോകുന്നത് 1000-2000 ആളുകളൊക്കെയാണ് പല ദിവസങ്ങളിലായിട്ട് പോയി തമ്പടിച്ച് അവിടെ കാശ് ചെലവഴിച്ച് വിദേശ നാണ്യം ചെലവഴിച്ചിട്ട് തിരിച്ചു വരുന്നത്. ആ സാഹചര്യം കൂടി ഒഴിവാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവസരം കിട്ടിയാൽ വെക്കേഷന് വേണ്ടി വിദേശത്തേക്ക് പോകുന്ന ആളുകളുണ്ട്, അതും തൽക്കാലം ഒന്ന് കുറയ്ക്കണം എന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, എണ്ണയ്ക്കിങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയും ഫോറിൻ റിസർവ് ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയും അത് പറയുന്നതിനും കാരണമുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ ഫോറിൻ റിസർവായിട്ടുണ്ടായിരുന്നത് 728 ബില്യൺ ഡോളറാണ്. 728. അത് യുദ്ധം തുടങ്ങി 2 മാസമായപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ 691 ബില്യൺ ഡോളറായി കുറഞ്ഞിട്ടുണ്ട്. യുദ്ധം ഇങ്ങനെ അവസാനിക്കാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കരുതൽ ശേഖരം എണ്ണ വാങ്ങാൻ വേണ്ടി കൂടുതൽ കാശ് കൊടുത്ത് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. IMF മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ കരുതൽ ശേഖരം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നും അത് GDP തന്നെ ബാധിക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശകലന റിപ്പോർട്ടുകളൊക്കെ പറയുകയാണ്. സ്വർണം 72 ബില്യൺ ഡോളറിനാണല്ലോ ഇറക്കുമതി ചെയ്യുന്നത്. ഒരു വർഷം എത്രത്തോളം രാസവളം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു? നമ്മുടെ അടിസ്ഥാനമാണല്ലോ രാസവളം. അത് കിട്ടിയില്ലെങ്കിൽ കൃഷി കാര്യങ്ങൾക്കൊക്കെ കുഴപ്പമാണല്ലോ. 15 ബില്യൺ ഡോളറാണ്. അതേസമയം വെജിറ്റബിൾ ഓയിലോ അത് 20 ബില്യൺ ഡോളറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് സ്വർണം നമ്മൾ വാങ്ങുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചതെന്നും ഇത് സംബന്ധിച്ച വിശകലന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടി സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥത്തിൽ ഏകദേശം ഇരട്ടി 137 ബില്യൺ ഡോളർ കൊടുത്തിട്ടാണ് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ കാശ് വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നും ഈ റിപ്പോർട്ടുകളിലുണ്ട്.